بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى من اتبعهم بإحسان إلى يوم القيامة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون السابقون أولئك المقربون في جنات النعيم صدق الله مولانا العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا അർഹമർറാഹിമായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, നിൻ്റെ വിശുദ്ധമായ റമളാനിൻ്റെ 11-ാമത്തെ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി. നീ സ്വീകരിക്കണം റഹ്മാനെ. നിൻ്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് ഓശാരമായി ചൊരിഞ്ഞു തരണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് പാപമോചനം നൽകണം അല്ലാ. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന കൂട്ടത്തിൽ പെടുത്തണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ വർഷവും നടത്തിവരുന്ന തൗബ ദുആ മജ്ലിസാണ് ഈ വർഷവും സംഘടിപ്പിച്ചിരിക്കുന്നത്. നാം അതിലാണിപ്പോൾ സമ്മേളിച്ചിരിക്കുന്നത്. 11-ാമത്തെ രാത്രി, നേരത്തെ സ്വാഗതത്തിലും ഉദ്ഘാടനമൊക്കെ സൂചിപ്പിച്ചതുപോലെ, വിശുദ്ധ റമളാനിൻ്റെ 1/3 ഭാഗം നമ്മിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അള്ളാഹു ആയുസ്സും ആഫിയത്തും നൽകിയെങ്കിൽ മധ്യത്തിലെ 10 അതുപോലെ തന്നെ അവസാനത്തെ 10 അള്ളാഹു തആല നമ്മെ എത്തിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും ഓരോ സമയങ്ങളും വളരെ വിലപ്പെട്ടതാണ്. കുല്ലു ഔഖാത്തിൻ നഫീസ, ഓരോ സമയങ്ങളും വളരെ വിലപിടിപ്പുള്ളതാണ്. നമുക്ക് സമയത്തിൻ്റെ വില പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞുപോയ ഒരു സമയവും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അല്ലാഹു തആല നമുക്ക് കണക്കാക്കിയ ആയുസ് ഓരോ നിമിഷങ്ങളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളുമായി ഇങ്ങനെ പിന്നിട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ആരും ആ നഷ്ടപ്പെട്ട വെറുതെ അലസമായി നാം നഷ്ടപ്പെടുത്തിയ സമയത്തിനെക്കുറിച്ച് ആലോചിക്കാറില്ല. ആലോചിക്കുകയാണെങ്കിൽ നമ്മെ വല്ലാതെ
ആശങ്കപ്പെടുത്തും, അല്ലെങ്കിൽ നമുക്ക് ഞെട്ടലുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കഴിഞ്ഞുപോയ കാലങ്ങളൊന്നും തിരിച്ചു കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ അള്ളാഹു എനിക്ക് കണക്കാക്കിയ ആയുസ്സിൽ നിന്ന് കുറഞ്ഞേ വരികയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ഒരു മെഴുകുതിരി പോലെയാണ്, കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി പോലെയാണ്. ആ മെഴുകുതിരി ഇങ്ങനെ അലിഞ്ഞ് ഉരുകി ഇല്ലാതായി അവസാനം അത് തീർന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് മെഴുകുതിരിയിൽ കാണുന്നു എന്നതുപോലെ നമ്മുടെ ആയുസ്സുകൾ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നാം വ്യക്തമായി കൃത്യമായി നാം മനസ്സിലാക്കുകയും നമ്മുടെ ഓരോ സമയത്തിനും വലിയ വിലയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാകണം നമ്മുടെ റമദാനും അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ജീവിതകാലങ്ങളും. നാം ചെയ്യുന്ന ഇബാദത്തുകൾ അത് വിശുദ്ധമായ റമദാനിലാകുമ്പോൾ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 1-70 700 അതിലധികമോ പ്രതിഫലം നമുക്ക് നൽകുകയാണ്. ഇത്രയും മഹത്വമുള്ള ഒരു മാസം നമുക്ക് ലഭിച്ചിട്ട് നാം അതിനെ വേണ്ടത്ര ഗൗനിക്കാതെ, ശ്രദ്ധിക്കാതെ, പരിഗണിക്കാതെ പോവുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലൊക്കെ പറഞ്ഞ യാ ഹസ്റത്തൻ അലൽ ഇബാദ്, ജനങ്ങളുടെ നഷ്ടമേ എന്ന് വിശുദ്ധ ഖുർആനൊക്കെ സൂചിപ്പിച്ച ആ ഒരവസ്ഥ നമുക്കും എത്തും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ റമദാനിൻ്റെ ഓരോ സമയങ്ങളെയും നാം വളരെ വിലപിടിപ്പുള്ള സമയങ്ങളായി കണക്കാക്കി ആ സമയങ്ങളിലൊക്കെ ധാരാളമായി ഇബാദത്തുകളും സൽക്രമങ്ങളും നാം ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമുക്കറിയാം 11 എന്ന് പറയുമ്പോൾ മഗ്ഫിറത്തിന്റെ 10ലേക്കാണ് നാം കടന്നെത്തിയിരിക്കുന്നത്. റമദാൻ മുഴുവനും അല്ലാഹു തആല പാപമോചനം നൽകുന്ന മാസമാണ്. നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരുന്നുണ്ട്. നമുക്കറിയാം എത്രയോ രാഷ്ട്രങ്ങളൊക്കെ അവരുടെ രാഷ്ട്രത്തിൻ്റെ വാർഷികാഘോഷവേളയിൽ അതല്ലെങ്കിൽ മറ്റുള്ള സന്ദർഭങ്ങളിലൊക്കെ നിയമം ലംഘിച്ചുകൊണ്ട് ആ നാട്ടിൽ തങ്ങി ജയിലിലായ ആളുകൾക്ക് പൊതുമാപ്പ് നൽകാറുണ്ട്. ഈ വിശുദ്ധ റമദാൻ പ്രമാണിച്ച് ഏതോ ഒരു അറബ് രാഷ്ട്രം, എനിക്ക് ഓർമ്മ വരുന്നില്ല, 1400-ലധികം ആളുകൾക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. നിങ്ങൾ നോക്കൂ, നിയമങ്ങൾ ലംഘിച്ച ആളുകൾക്കാണ് ഈ പൊതുമാപ്പ് നൽകുന്നത്. എന്നാൽ ഇതേപോലെ സൃഷ്ടാവായ അല്ലാഹു തആല നമുക്ക് കൃത്യമായ നിയമങ്ങൾ നമുക്ക് കാണിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾ അല്ലാഹുവിൻ്റെ അടുക്കൽ അവർ അപരാധം ചെയ്തവരാണ്, അവർ നിയമലംഘനം ചെയ്തവരാണ്, അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ കുറ്റവാളികളാണ്. എന്നാൽ അത്തരം എത്രയോ ലക്ഷക്കണക്കിന് കുറ്റവാളികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാൻ പ്രമാണിച്ചുകൊണ്ട് പൊതുമാപ്പ് നൽകുന്നുണ്ട്. ഓരോ രാത്രിയിലും എത്രയോ നരകത്തിന് അവകാശികളായ ആളുകൾക്ക് അല്ലാഹു തആല റമദാൻ പ്രമാണിച്ച് റമദാനിൻ്റെ ബഹുമാനവും ആദരവും നാം എത്രയാണ് മനസ്സിലാക്കിയോ മുഅ്മിനീങ്ങളെ, ആ റമദാൻ പ്രമാണിച്ചുകൊണ്ട് അല്ലാഹു തആല നരകമോചനം നൽകുകയാണ്. നമ്മൾ ദുആ ചെയ്യുന്നതില്ലേ, അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്ർ റമദാൻ ഉത്തഖാഅ വതുലഖാഅ വഖുലസാഅ വഉമന മിനൻ നാർ. നമ്മൾ തറാവീഹ് നിസ്കാരത്തിലൊക്കെ നാം ചെയ്യുന്ന ദുആയാണ് അല്ലേ? ഓരോ രാത്രിയിലും അല്ലാഹുവേ എത്രയോ ആളുകൾക്ക് നീ പാപമോചനം നൽകുകയാണ്, നരകത്തിന് അവകാശപ്പെട്ട ആളുകൾക്ക് നീ നരകമോചനം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെയും അക്കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. ഇതാണ് നമ്മൾ ആ ചെയ്യുന്ന ദുആയുടെ അർത്ഥം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ എത്രയോ ആളുകൾക്ക് അല്ലാഹു തആല പാപമോചനം കൊടുക്കുമ്പോൾ അത്തരം പാപമോചനം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളും പെടണം. അതിൽ നാം പെട്ടുപോയില്ലെങ്കിൽ നമ്മളെപ്പോലെ ഭാഗ്യം കെട്ടവർ ലോകത്തുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ നമ്മൾക്ക് ആ പാപമോചനം ലഭിക്കണം, അതിനുള്ള സമയമാണ് റമദാൻ.
പ്രത്യേകിച്ചും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഔസതുഹു മഗ്ഫിറ, നടുവിലത്തെ 10 മഗ്ഫിറത്തിന്റെ 10 എന്ന് പഠിപ്പിച്ചു. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നാം ഇന്നത്തെ മഗ്രിബ് മുതൽ നിസ്കാരത്തിന്റെ ശേഷവും അല്ലാതെയും നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ്, അല്ലേ? അപ്പം നമ്മൾ ധാരാളമായി നമ്മൾ ദുആ ചെയ്യണം. വിശുദ്ധ ഖുർആനിലൂടെയൊക്കെ അല്ലാഹു തആല ധാരാളമായി നമുക്ക് മഗ്ഫിറത്തിനെ കുറിച്ച്, പൊറുക്കലിനെ തേടുന്നതിന്റെ മഹത്വത്തിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. അല്ലാഹു തആല പറയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഉളരി വരിക, വളരെ വേഗത്തിൽ വരിക. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, വിശുദ്ധ ഖുർആനിൽ മറ്റു സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ അതിവേഗം വരിക. എവിടെയായി മഗ്ഫിറത്ത്? അല്ലാഹുവിന്റെ മഗ്ഫിറത്ത്, അതായത് പാപമോചനം നൽകുന്നു അല്ലാഹു തആല, പുറത്തു കൊടുക്കുകയാണ്. അതിലേക്ക് നിങ്ങൾ അതിവേഗം വരിക, നിങ്ങൾ മുന്നിട്ട് വരിക, ഉളരുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് പ്രിയപ്പെട്ടവരെ? എങ്ങനെയാ അത് കിട്ടുക? അതിനർത്ഥം അല്ലാഹു തആല പാപമോചനം നൽകാൻ കാരണമാകുന്ന നല്ല കാര്യങ്ങളിലേക്ക്, ഇബാദത്തുകളിലേക്ക്, അമലുകളിലേക്ക് നിങ്ങൾ കടന്നു വരിക എന്നാണ്. നിങ്ങൾ അല്ലാഹു തആല മഗ്ഫിറത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അതിങ്ങനെ ഏതെങ്കിലും ഒരു കെട്ടുകെട്ടാക്കി അല്ലാഹു തആല ഇങ്ങനെ വിതരണം ചെയ്യുകയാണോ? മഗ്ഫിറത്ത് അല്ല. പിന്നെ ആ മഗ്ഫിറത്ത് അല്ലാഹു തആല ധാരാളം ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമുക്ക് നൽകുന്നു, അല്ലേ? ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലാ ജുമുഅത്തിൻ നുഖറാ വറമളാനു ഇലാ റമളാൻ വൽ ഉംറത്തു ഇലൽ ഉംറ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദാ ജുത്നിബത്തിൽ കബായിർ. ഒരു ഹദീസിൽ കാണാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 5 വക്ത് നിസ്കാരം അത് നിങ്ങളുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ സഹായിക്കുന്ന അമലാണ്, നിങ്ങളുടെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന അമലാണ് 5 വക്ത് നിസ്കാരം. അഥവാ രാവിലെ സുബ്ഹി നിസ്കരിക്കുകയാണ്, മണിക്കൂറുകൾക്ക് ശേഷമാണ് ദുഹുർ കടന്നു വരുന്നത്, ദുഹുറും നിസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സുബ്ഹിന്റെ ശേഷം അതേ ദുഹുർ വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല ദുഹുർ നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ നമുക്ക് പുറത്തു തരുന്നു. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുകയാണ്. ളുഹർ നിസ്കരിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അസറിന്റെ സമയമായി. അസർ നമ്മൾ നിസ്കരിക്കുകയാണ്. ആ അസർ നിസ്കാരത്തിലൂടെ അല്ലാഹു തആല നമുക്ക് മഗ്ഫിറത്ത് നൽകുകയാണ്. ളുഹറിന്റെ ശേഷം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറിയ കുറ്റങ്ങൾ അതൊക്കെ അല്ലാഹു തആല പൊറുക്കുകയാണ്. അതുപോലെയാണ് അസർ മുതൽ മഗ്രിബ് വരെ ഇങ്ങനെ തുടങ്ങി ഒരു ദിവസത്തിലെ 5 നേരത്തെ നിസ്കാരം നമ്മൾ ആവർത്തിച്ച് നിർവഹിക്കുമ്പോൾ ആ നിസ്കാരങ്ങളൊക്കെ നിങ്ങളുടെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന അമലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അറഅയ്തും ലൗ അന്ന ഫീ ബാബിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, സ്വഹാബ നിങ്ങളൊന്ന് പറഞ്ഞു തരിക, നിങ്ങളുടെ വീട്ടിന്റെ വാതിലിന്റെ അരികിലൂടെ വീട്ടുപടിക്കൽ ഒരു നല്ല പുഴ ഒഴുകുകയാണ്, നല്ല ചാല്, വെള്ളത്തിന്റെ ചാലത ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ പുഴയിൽ നിങ്ങൾ ദിവസവും 5 നേരം കുളിക്കുകയാണെങ്കിൽ ഫഹൽ യബ്ഖാ മിൻ ബദനിക്കും ഷൈഅ, നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയുണ്ടാകുമോ, ദറനുൻ ബാക്കിയുണ്ടാകുമോ? ഹബീബായ നബി തങ്ങളെ സ്വഹാബത്തിനോട് എത്ര കൃത്യമായി ഉപമിക്കുകയാണ്. നിങ്ങളുടെ വാതിൽപ്പടിയിൽ അല്ലെങ്കിൽ വാതിലിന്റെ മുമ്പിലൂടെ, നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഒരു പുഴ, ശുദ്ധമായ വെള്ളം ഒഴുകുന്ന പുഴ, ആ പുഴയിൽ 5 നേരം നിങ്ങൾ കുളിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അങ്ങനെ 5 നേരം കുളിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയുണ്ടാകുമോ? സ്വഹാബത്ത് നിസ്സംശയം പറയുന്നു, ഇല്ല നബിയെ, ഉണ്ടാകൂല. അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ഇതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ, അവൻ 5 നേരം കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ, ആ നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളൊക്കെ പൂർണ്ണമാക്കി
സുന്നത്തുകളൊക്കെ പരമാവധി പൂർത്തിയാക്കി എടുത്തുകൊണ്ടൊരാൾ നിസ്കരിച്ചാൽ അവനിൽ ഒരൊറ്റ കുറ്റവും ബാക്കിയാകൂല. അവന്റെ ദോഷങ്ങൾ അല്ലാഹു തആല നിസ്കാരം കാരണമായി പൊറുക്കുകയാണ്. അപ്പൊ സാബിഖു സാരിഉ ഇലാ മഗ്ഫിറ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക എന്നാണ്. എന്നാൽ ഇവിടെ മാത്രമല്ല, വീണ്ടും ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ ഒരു ജുമുഅ നിസ്കരിക്കുകയാണ് ഒരു വെള്ളിയാഴ്ച, രണ്ടാമത്തെ വെള്ളിയാഴ്ച അവൻ വീണ്ടും ജുമുഅ നിസ്കരിക്കുന്നു. ആ ഒരു ജുമുഅ കഴിഞ്ഞ് രണ്ടാമത്തെ ജുമുഅന്റെ ഇടയിലുള്ള ഒരാഴ്ചക്കാലം അവന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ രണ്ടാമത്തെ ജുമുഅ അവനെ പൊറുപ്പിക്കുകയാണ്, അവനെ ശുദ്ധീകരിക്കുകയാണ്, അല്ലാഹു തആല പൊറുത്തു കൊടുക്കുകയാണ്. കണ്ടോ? അപ്പൊ ആ അമലുകളിലേക്ക് നിങ്ങൾ വരിക എന്നാ പറഞ്ഞതിനർത്ഥം. റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ, അതേ പ്രിയപ്പെട്ടവരെ, അത് വിട പറഞ്ഞു. 11 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അതാ റമളാൻ കടന്നു വരികയാണ്. രണ്ടാമത്തെ റമളാനോടുകൂടി സത്യവിശ്വാസിക്ക് അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് കഴിഞ്ഞ 11 മാസക്കാലം അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ആ റമളാനിലൂടെ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. ആ റമളാനിലൂടെ എല്ലാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതാണ് പറഞ്ഞത് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമെന്ന് പറഞ്ഞത്. ആ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഉളരി വരിക. വിശുദ്ധ ഖുർആൻ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നെയുണ്ട്. ഇങ്ങനെയാണ് ഏത് ഇബാദത്തുകൾ എടുത്തു നോക്കിയാലും. കസറത്തുൽ ഖുതാ ഇലൽ മസാജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിലേക്ക് പുരുഷന്മാർ ജുമുഅ ജമാഅത്തിന് വേണ്ടി പോകുന്നുണ്ടല്ലോ, ഓരോ ചവിട്ടടിയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ചവിട്ട് കൊണ്ട് അല്ലാഹു തആല അവനിക്ക് ഒരു സ്ഥാനം നൽകുന്നു. അതോടൊപ്പം തന്നെ അവന്റെ ഒരു ചെറുദോഷം ഒരു ചവിട്ട് കാരണമായി അല്ലാഹു തആല പൊറുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അല്ലാഹു തആല ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതാണ്. കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, റമളാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റമളാൻ മാസം അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പൊറുത്തു തരാൻ വേണ്ടി അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു അവസരമാണ്. കളഞ്ഞു കുളിക്കരുതേ മുഅ്മിനേ. പക്ഷേ ആ റമളാൻ നമുക്ക് ദോഷങ്ങൾ പുറത്തു കിട്ടുന്ന ഒരു റമളാൻ ആകണമെങ്കിൽ എന്ത് വേണം? ആ റമളാനിൽ കുറച്ചൊക്കെ അധ്വാനിക്കേണ്ടി വരും. ആ റമളാനിൽ കുറച്ചൊക്കെ നമ്മൾ ഇബാദത്ത് കൂടുതലായി ചെയ്യേണ്ടി വരും. ആ റമളാനെ പ്രത്യേകമായി നാം കടക്കിലെടുക്കേണ്ടി വരും, അല്ലേ? എല്ലാ മാസങ്ങളെ പോലെ ഈ റമളാനും വന്നു, അത് കഴിഞ്ഞു, പെരുന്നാളും ആഘോഷിച്ചു കഴിഞ്ഞു, പോയി. അവൻ ആ ജീവിതത്തിലെ യാത്ര പ്രിയപ്പെട്ടവരെ സാധാരണ പോലെ തന്നെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. റമളാനിൽ പ്രത്യേകമായി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അവനക്ക് കിട്ടൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാതെ പോയാൽ പ്രിയപ്പെട്ടവരെ, നാം ധാരാളം അമലുകൾ ചെയ്താൽ, പ്രത്യേകം അതിനെ പരിഗണിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല വലിയ സ്ഥാനം ഉയർത്താൻ മാത്രം ആ റമളാൻ എനിക്ക് പവറുണ്ട്, അല്ലേ? ഓർക്കുന്നു മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ധാരാളം വിദേശികൾ കടന്നു വരും വിശുദ്ധമായ ദീൻ പഠിക്കാൻ വേണ്ടി. ഹബീബായ നബി തങ്ങളിൽ നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പല ആളുകളും അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകും. കുറെ ആളുകളൊക്കെ മദീനയിൽ തന്നെ അവർക്ക് താമസിക്കാൻ ആഗ്രഹമുണ്ട്. ഹബീബിന്റെ കൂടെ, ഹബീബിന്റെ ചാരത്ത്, ആ ഹബീബിനെ എപ്പോഴും കണ്ടുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ മദീനയിൽ തന്നെ തങ്ങും. അങ്ങനെ ഒരിക്കൽ അതാ 2 മനുഷ്യന്മാർ വരുന്നു, വിദേശികളാണ്. ആ വിദേശികൾ വന്നു ഹബീബായ നബി തങ്ങളുടെ തിരുസവിധത്തിൽ വരുന്നു. ഹബീബിൽ നിന്ന് വിശുദ്ധ ദീന് പഠിക്കുന്നു, വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഈ 2 ആളുകളും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. അവരാ മദീനയിൽ തന്നെ താമസിക്കുകയാണ്. അതിനിടയിൽ ഒരു യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയാണ്. 2 സ്വഹാബികളും അതേ യുദ്ധത്തിന് പോകുന്നുണ്ട്. അതിൽ ഒരാൾ രക്തസാക്ഷിയാവുകയാണ്, ഷഹീദാവുകയാണ്. രണ്ടാമത്തെ ആള് 1 വർഷം കഴിഞ്ഞതിന് ശേഷം മരണപ്പെടുകയാണ്. മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനതാ ഒരു സ്വപ്നം കണ്ടു. ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിൽ നിൽക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിന്റെ അകത്ത് നിന്ന് ഒരാൾ വരുന്നു.
എന്നിട്ടതാ സ്വർഗത്തിലേക്ക് ഓരോ ആളുകളെ പേര് പറഞ്ഞു വിളിക്കുകയാണ്. അവിടെ സ്വർഗപ്രവേശനം കാത്തുകൊണ്ട് ഈ 2 സ്വഹാബികളുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ ശ്രദ്ധിച്ചു, അവിടെ ആരാന്നറിയുമോ? ഈ 2-ൽ ആരെയാണ് ആദ്യം വിളിച്ചതെന്നറിയോ? 1 വർഷത്തിന്റെ ശേഷം മരണപ്പെട്ട സ്വഹാബിയെയാണ് ആദ്യം വിളിക്കുന്നത്. ഇത്രയുമായപ്പോൾ എൻ്റെ സ്വപ്നം പതേ ഞാൻ ഞെട്ടിയുണരുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ വഴിയിൽ ഷഹീദായ ആൾക്കാണല്ലോ ഏറ്റവും വലിയ സ്ഥാനം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന് വേണ്ടി പടവെട്ടി രക്തസാക്ഷിത്വം വഹിച്ച ഷഹീദുമാരായ ആളുകൾ, അവർക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്നുണ്ട്. لا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന് വേണ്ടി പടപൊരുതി മരണപ്പെട്ടു പോയ ആളുകൾ അവർ മരിച്ചുവെന്ന് നിങ്ങൾ പറയരുത്. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ റിസ്ക് നൽകപ്പെടുന്നുണ്ട്. അവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗലോകത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അതാ പ്രവേശനം കൊടുക്കുകയാണ്. അതാണ് മഹാന്മാരായ ഷഹീദുകൾ, അല്ലേ? ഇവിടെ ഈ 2 ആളിൽ നിന്ന് ഒരാൾ ഷഹീദായി. പക്ഷേ അതിന്റെ ശേഷം 1 വർഷം കഴിഞ്ഞ് സ്വാഭാവിക മരണം പുൽകിയ ആ സ്വഹാബിയാണ് സ്വർഗത്തിലേക്ക് ആദ്യം ക്ഷണിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറഞ്ഞു, എല്ലാവർക്കും അത്ഭുതമായി. പ്രിയപ്പെട്ടവരെ, മഹാന്മാരുടെ സ്വപ്നം അത് സത്യമാണ്. അങ്ങനെ അവസാനം അതാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ഈ വിഷയം എത്തുകയാണ്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു വിഷയം അതാ കൊണ്ടെത്തിക്കുകയാണ്. ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ആ ഷഹീദായ സ്വഹാബിക്കൊരിക്കലും ഒട്ടും അതേ ആദരവ് കുറയുന്നില്ല, അദ്ദേഹത്തിന്റെ സ്ഥാനം കുറഞ്ഞിട്ടില്ല, അല്ലാഹു തആല അദ്ദേഹത്തിന് ഒരിക്കലും അവഗണിച്ചിട്ടില്ല. എന്നാൽ മറ്റേയാളാണ് സ്വർഗത്തിലേക്ക് ആദ്യം ക്ഷണിക്കപ്പെട്ടത് എങ്കിൽ കാരണം എന്താണെന്നറിയോ? അയാൾ 1 കൊല്ലം കഴിഞ്ഞ് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു റമദാന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു റമദാൻ അയാൾ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ റമദാനിൽ അദ്ദേഹം ധാരാളമായി ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, രാത്രികാലങ്ങളിൽ നിസ്കരിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ ഓതിയിട്ടുണ്ട്, സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്തിട്ടുണ്ട്. ആ റമദാൻ അദ്ദേഹം നന്നായി ഉപയോഗപ്പെടുത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ കണ്ടോ, അല്ലാഹു തആല രക്തസാക്ഷിത്വം വഹിച്ച ആളെക്കാളും ഇദ്ദേഹത്തിനിക്കതേ ഒരുപടി മുമ്പിൽ സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുന്നു. ഞാനിതെന്തിനു പറഞ്ഞു? മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാൻ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അല്ലാഹു നമുക്ക് നൽകുന്ന കൂലി എത്രയാണ്, അല്ലാഹു നമുക്ക് നൽകുന്ന സ്ഥാനം എത്രയാണ്, അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. അതുകൊണ്ടല്ലേ മുൻകഴിഞ്ഞു പോയ ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ് റമദാനിൽ അവർ വല്ലാതെ അധ്വാനിച്ചു. ധാരാളമായി അവർ നിസ്കരിച്ചു. രാത്രികാലങ്ങൾ ദീർഘമായ നിസ്കാരമാണ്. ഖുർആൻ ധാരാളമായി അവർ ഓതി കേട്ടോ, ധാരാളമായി ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, സൽക്രമങ്ങൾ ധാരാളമായി അവർ ചെയ്തിട്ടുണ്ട്. വിശുദ്ധമായ റമദാനിൽ പ്രത്യേകമായ ഇബാദത്തായ നോമ്പ് അത് വളരെ കൃത്യമായി അനുഷ്ഠിച്ചപ്പോൾ, ആ റമദാനിനെ പ്രത്യേകമായി മനസ്സിലാക്കി പരിചയിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തപ്പോൾ അവർക്കൊക്കെ അല്ലാഹു തആല റമദാൻ കാരണമായി വലിയ പവർ നൽകിപ്പോയി. അവരൊക്കെ ആ റമദാനിനെ ആ രൂപത്തിൽ കണ്ടവരാണ്, അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരവരുടെ നിസ്കാരങ്ങളൊക്കെ നമ്മുടെ നിസ്കാരം പോലെയല്ല. നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നവരാണ്. പുരുഷന്മാരതേ പള്ളികളിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു, സ്ത്രീകൾ അവരുടെ വീട്ടിലും സൗകര്യമുള്ളവർ ജമാഅത്തായും അല്ലാതെയും നിസ്കരിക്കുന്നു, അല്ലേ? നമ്മുടെ നിസ്കാരങ്ങളൊക്കെ എങ്ങനെയാ? നമുക്കെല്ലാവർക്കും നിർബന്ധമുണ്ട് വളരെ പെട്ടെന്ന് തറാവീഹ് കഴിയണം. ഇമാമ് ആ രൂപത്തിൽ വളരെ പെട്ടെന്ന് തീർക്കുന്ന ആളാകണം, അല്ലേ? നമ്മൾ ആശിക്കുന്നതിന് തന്നെ അങ്ങനെ തന്നെയല്ലേ? ഒരു 2 മിനിറ്റ് നീണ്ടാല് നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാൻ മറ്റേ പള്ളിയിൽ പോയാലോ എന്ന്. കാരണം ഇവിടെ എന്ത് കഴിഞ്ഞ കൊല്ലത്തെ പോലെയല്ല, ഉസ്താദ് ഭയങ്കര സ്ലോ ആണ്. എത്ര മിനിറ്റാ കൂടിയത്? 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലേ?
നോക്കൂ മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ആളുകളൊക്കെ ഖത്മ് തീർക്കുന്ന എത്രയോ പള്ളികളില്ലേ. ഒരു മാസം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തറാവീഹിൽ ഖത്ം തീർക്കുന്നു. പക്ഷെ അത് അത്ര വലിയ ദീർഘമായ നിസ്കാരങ്ങളൊന്നുമല്ല. അതിനേക്കാളും വലിയ ദീർഘമായ നിസ്കാരങ്ങളായിരുന്നു പഴയ കാലത്തും. അല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും സ്വഹാബത്തിന്റെ കാലത്തും അല്ലേ. നിങ്ങൾ നോക്കൂ, തറാവീഹ് നിസ്കാരം അതിന്റെ ചരിത്രം തന്നെ തുടങ്ങുന്നത് എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ നിസ്കാരം നിർവഹിക്കുന്നു. ഇതറിഞ്ഞ സഹാബികൾ രണ്ടാമത്തെ രാത്രിയിൽ സഹാബികൾക്ക് അതിനു വേണ്ടി കൂടം കാത്തിരിക്കുകയാണ്. അവര് ഹബീബായ നബി തങ്ങളുടെ കൂടെ നിസ്കരിക്കുന്നു. സഹാബത്തിന്റെ ഈ ഒരു വിഷയം കാട്ടുതീ പോലെ പടരുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകമായ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്. 20 റക്അത്ത് നിസ്കാരം തറാവീഹിനെ കുറിച്ചാണ് പറയുന്നത്. ആ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്. ആളുകൾ കൂടി. അങ്ങനെ 3 ദിവസമാകുമ്പോഴേക്ക് പള്ളി നിറഞ്ഞു കവിയാനടുത്തായി. 4ാമത്തെ വട്ടം ഹബീബായ നബി തങ്ങളതാ നിസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് വരുന്നില്ല. സ്വഹാബികൾ ആശയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഹബീബായ നബി തങ്ങൾ വന്നില്ല? പിറ്റേ ദിവസം സ്വഹാബികൾ അവിടെ പറയുകയാണ്, സമാധാനിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഈ ആവേശം കണ്ടുകൊണ്ടൊരു പക്ഷേ അള്ളാഹു ഫർളാക്കി കളഞ്ഞാലോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്, അതുകൊണ്ടാണ് വരാത്തത്. പിന്നീട് ആ നിസ്കാരം എന്ത് ചെയ്തു? ഒറ്റക്കായും ചെറിയ ചെറിയ ജമാഅത്തായും ഇങ്ങനെ നിർവഹിച്ചു വരികയായിരുന്നു. മുത്തുനബിയുടെ കാലം കഴിഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 2 കൊല്ലവും ചില്ലറ ഭരിച്ചു കാലം കഴിഞ്ഞു. ശേഷം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഒറ്റ ജമാഅത്തായി ആ തറാവീഹ് നിസ്കാരം പുനഃസംഘടിപ്പിക്കുന്നത്. ഒറ്റ ജമാഅത്തായി പുനഃസംഘടിപ്പിക്കുന്നത് അല്ലേ. എത്ര റക്അത്തായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിസ്കരിക്കുമ്പോൾ അവിടെ 20 റക്അത്താണ്. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ 20 റക്അത്താണ് നബി തങ്ങളിൽ നിന്ന് അവർ കണ്ടത്? നബി തങ്ങൾ നിസ്കരിച്ചത് 20 ആ 20 റക്അത്ത് തന്നെയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും അവരുടെ കാലത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിസ്കാരം നിർവഹിക്കുമ്പോൾ അവിടുന്ന് നിസ്കരിച്ചത്. ആ നിസ്കാരങ്ങളൊക്കെ ദീർഘമായ നേരം നിന്നുകൊണ്ടായിരുന്നു നിസ്കരിച്ചത്. ദീർഘമായി ഖുർആനോതും. നിങ്ങൾ കണ്ടോ പ്രിയപ്പെട്ടവരെ, ആ സമയത്തും മഹാന്മാരായ സ്വഹാബികൾ കൂടുതൽ ഇബാദത്ത് ചെയ്യണം, അവർക്ക് അതിൽ വലിയ താല്പര്യമായിരുന്നു. നമ്മൾ കണ്ടില്ലേ, നമ്മൾ തറാവീഹ് നിസ്കരിച്ച് 4 റക്അത്ത് കഴിഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലേ, സ്വലാത്ത് ചൊല്ലുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ ചൊല്ലുന്നു. ഓരോ 4ന്റെ ഇടയിലാണ് നമ്മൾ ചെല്ലുന്നത് അല്ലേ. അതെവിടുന്ന് കിട്ടിയെന്നറിയോ? സ്വഹാബികൾ 4 കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരൽപ്പം വിശ്രമം കൊടുക്കും. പിന്നെ 5ഉം 6ഉം 7ഉം 8ഉം അത് കഴിഞ്ഞാൽ വീണ്ടും ഒരൽപ്പം ദീർഘസമയം വിശ്രമം. വീണ്ടും 12 വിശ്രമം, 16 വിശ്രമം കൊടുക്കും. എന്തിനാ വിശ്രമം കൊടുക്കുന്നത്? ആ ഓരോ നിസ്കാരങ്ങളും അത്രയും ദീർഘമായതായിരുന്നു. എന്നാൽ അങ്ങനെ വിശ്രമത്തിന് ഇമാമ് സമയം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കാണാം, മഹാന്മാരായ സ്വഹാബികൾ മക്കയിലെ ഹറം പള്ളിയിൽ അവിടെ നിസ്കരിക്കുന്നവർ അങ്ങനെ വിശ്രമിക്കാൻ ഇരിക്കുന്ന സമയത്തും അവര് ഉടൻ തന്നെ പോയി തവാഫ് ചെയ്യുകയാണ്. ഒരു തവാഫ് ചെയ്യുന്നു. ഒരു തവാഫ് പറഞ്ഞാൽ 7 വട്ടം ചുറ്റൽ അല്ലേ, അതാണല്ലോ ഒരു തവാഫ്. ആരോഗ്യമുള്ള സ്വഹാബികൾ അവിടെ വെറുതെ ഇരുന്നില്ല, വിശ്രമം വേണ്ട. ആ സമയത്ത് അവരെന്ത് ചെയ്യുന്ന ഇമാമ് ഇങ്ങനെ ഒരു വിശ്രമിക്കാനുള്ള സമയം കൊടുക്കുമ്പോൾ അവർ തവാഫ് ചെയ്യും. അങ്ങനെ ഓരോ 4ന്റെയും 8ന്റെയും 12ന്റെയും 16ന്റെയും ഇടയിൽ ഓരോ തവാഫ് ചെയ്യും. എന്നാൽ മദീനത്തെ പള്ളിയിലെ സ്വഹാബികൾ സുബ്ഹാനല്ലാഹ്, അവർക്ക് തവാഫ് ചെയ്യാൻ കഅബ ഉള്ളത് മദീനയിലല്ലോ, മക്കയിലാണ്. അപ്പൊ മദീനയിലെ സ്വഹാബികൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇമാം അവർക്ക് വിശ്രമത്തിന് സമയം കൊടുക്കുമ്പോൾ അവർ അതിനിടയിൽ ഒരു 4 റക്അത്ത് എക്സ്ട്രാ നിസ്കരിക്കും. അങ്ങനെയാണ് തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം 36 എന്ന് ചില ഹദീസുകളിൽ കാണുന്നത്. അത് തറാവീഹ് 20 തന്നെയാണ്, പക്ഷെ ഇടയിൽ ഇങ്ങനെ 4 അവർ നിസ്കരിക്കുമായിരുന്നു. 20-ൽ കുറഞ്ഞൊരു റക്അത്തില്ല. മഹാന്മാരായ ഫുഖഹാക്കൾ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിപ്പിച്ചു 20 റക്അത്താണ് എന്ന് അല്ലേ.
ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, അവരുടെ ആ 20 റക്അത്ത് നിസ്കാരം അത്രയും നേരം വലിയ സൂറത്തുകൾ ഓതിയിട്ട് ദീർഘനേരം സൂറത്തുകൾ ഓതിക്കൊണ്ടുള്ള നിസ്കാരമായിരുന്നു. എന്തേ അവരൊക്കെ അങ്ങനെ ചെയ്തത്? ആ വിശുദ്ധമായ റമദാൻ അവർക്ക് നന്നായി ഉപയോഗപ്പെടുത്തണം. ആ റമദാനിൽ ആ ഓരോ അമലുകൾക്കും അല്ലാഹു നൽകുന്ന വലിയ പ്രതിഫലങ്ങൾ അവർക്ക് സമ്പാദിക്കണം എന്നുള്ള ആ തീവ്രമായ നിലപാടാണ്, ആ തീവ്രമായ ചിന്താഗതിയാണ്, ആ തീവ്രമായ ഈമാനാണ് ഇങ്ങനെ ഇബാദത്ത് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ സുബ്ഹാനല്ലാഹ്, അവരുടെയും നമ്മുടെയും ഈമാനിൽ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെവിടെയാണ്? ഇനിയും നമുക്ക് നന്നാകേണ്ടതുണ്ട്. അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. അപ്പോൾ വിശുദ്ധമായ റമദാൻ, ആ റമദാൻ നമുക്ക് ധാരാളമായി ഇബാദത്തുകളൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയണം. നമുക്ക് പ്രത്യേകിച്ചും നമുക്ക് മഗ്ഫിറത്ത് ലഭിക്കാൻ കാരണമാകുന്ന ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്ത് കിട്ടുന്നതിലേക്ക് നിങ്ങൾ വരണം, അല്ലേ? അതോടൊപ്പം തന്നെ മഗ്ഫിറത്ത് ലഭിക്കാൻ മറ്റൊരു വഴി ഏതാണെന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നുള്ളതാണ്. അത് തൗബയുടെ ഒരു ഭാഗമാണ്. അപ്പൊ തൗബയല്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞാൽ തൗബയാകില്ലേ? തൗബ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് തൗബത്തുൻ നസൂഹ, നല്ല തൗബയാകണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ഉതുൽബ് മതാബം ബിന്നദാമതി മുഖ്ലിയ വബിഅസ്മി തർക്കി ദംബി ഫീമ ഇസ്തഖ്ബലാ വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. മോനെ, നീ തൗബ ചെയ്തോ, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. എങ്ങനെയാ മടങ്ങണ്ടെന്നറിയോ? ഒന്ന്, നീ ചെയ്ത കുറ്റത്തിൽ നിന്ന് നീ മാറി നിൽക്കണം. അതൊരു നിബന്ധനയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും കുറ്റത്തിൽ നിന്നൊന്ന് മാറി നിൽക്കണം. അല്ലാതെ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അള്ളാഹുവിനോട് നീ പൊറുക്കലിനെ തേടുകയാണെങ്കിൽ അത് അള്ളാഹുവിനെ പരിഹസിക്കലാണ്, അള്ളാഹുവിനെ വിഡ്ഢിയാക്കലാണ്. അത് നിനക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നതിനേക്കാൾ ഉപരി, റഹ്മത്ത് ലഭിക്കുന്നതിനപ്പുറം അള്ളാഹുവിന്റെ വെറുപ്പാണ് അതിലൂടെ ലഭിക്കുക. അതുകൊണ്ട് തൗബ വേണോ? ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണേ. മറ്റൊന്നേതാണ് പ്രിയപ്പെട്ടവരെ? രണ്ടാമത് പറയുന്നു, ബിന്നദാമ, ചെയ്തുപോയ തെറ്റിൽ അവനിക്ക് മനസ്സിൽ വലിയ പാഴ്ചാതാപം വേണം, ഖേദം വേണം. ഞാനത് ചെയ്തു പോയല്ലോ റബ്ബേ, ഞാൻ ആ കുറ്റം ചെയ്തു പോയല്ലോ എന്നുള്ളൊരു പാശ്ചാത്താപ ബോധം നമുക്ക് വേണം, ഒരു കുറ്റബോധം നമുക്ക് വേണം, ഒരു ഖേദ പ്രകടനം വേണം. അത് തൗബയുടെ മറ്റൊരു നിബന്ധനയാണ്. മറ്റൊരു നിബന്ധന എന്താണ്? വരും കാലത്തിന് ഞാൻ ആ തെറ്റ് ചെയ്യില്ല, ഒരു കുറ്റവും ചെയ്യില്ല എന്നുള്ളൊരു നിയത്ത് വേണം. ഈ 3 നിബന്ധനകൾ അനുസരിച്ചു കൊണ്ട് ഒരാൾ തൗബ ചെയ്താൽ, എന്നാൽ പ്രിയപ്പെട്ടവരെ കാണാം, ഏതെങ്കിലും മനുഷ്യന്മാരുമായി മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തെറ്റുകളാണെങ്കിൽ കുറ്റങ്ങളാണെങ്കിൽ അവിടെ അവരുടെ ബാധ്യതകൾ അതിൽ നിന്ന് ഒഴിവാകേണ്ടതുണ്ട്. പൊരുത്തപ്പെടിക്കേണ്ടവരാണെങ്കിൽ പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ തൗബയുടെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടുന്ന ചെയ്യുന്ന തൗബ അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബലാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, ആ രൂപത്തിൽ എല്ലാ ലക്ഷണങ്ങളും മൊത്തൊരു തൗബ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവന് ദോഷം ഇല്ലാത്തവനെ പോലെയാണ്. അല്ലാഹു തആല പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഇതാണ് തൗബ. എന്നാൽ കേവലം ഒരു അസ്തഗ്ഫിറുല്ലാഹ് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലോ, അത് അല്ലാഹുവിനോട് മഗ്ഫിറത്തിനെ തേടലാണ്, പാപമോചനത്തിന് തേടലാണ്. അതൊരു ദുആയുടെ സ്ഥാനത്താണ്. അല്ലാഹു തആല ആ ദുആ സ്വീകരിച്ചാൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരും. അതാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ആ ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കണം. നിങ്ങൾ കണ്ടില്ലേ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നി ഇസ്തഗ്ഫർതുല്ലാഹ കുല്ല യൗമിൻ 100 മറ.
ഞാൻ അള്ളാഹുവിനോട് എല്ലാ ദിവസവും 100 പ്രാവശ്യം ഞാൻ പൊറുക്കലിനെ തേടാറുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം 70 പ്രാവശ്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, ഹബീബായ നബി തങ്ങൾ കുറ്റം ചെയ്യുന്ന ആളാണോ? നബി തങ്ങൾ തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്ന ആളാണോ? അല്ലല്ലോ. എന്നിട്ടും ഹബീബായ നബി തങ്ങൾ 100 പ്രാവശ്യം 70 പ്രാവശ്യമൊക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയുമെങ്കിൽ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമെങ്കിൽ അത് നമ്മെ പഠിപ്പിക്കാനാണ്. കാരണം നമ്മളൊക്കെ തെറ്റുകളും കുറ്റങ്ങളിലും മുഴുകി ജീവിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ തെറ്റുകൾ അത് പുറത്തു കിട്ടണം, അത് പഠിപ്പിക്കാനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രൂപത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്, അല്ലേ? ആ ഇസ്തിഗ്ഫാർ നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, മഹോന്നതനായ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ തേടുകയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അദീമായ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ തേടുകയാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം. ധാരാളമായി പറയണേ മുഅ്മിനീങ്ങളെ, ഓ ഉമ്മമാരെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ. അല്ലാഹു തആല നമുക്ക് പൊറുത്തു തരുമെന്ന് മാത്രമല്ല, ഭൗതികമായ ലോകത്തും അതിന് വലിയ നേട്ടങ്ങളും ഗുണങ്ങളുമുണ്ട്. അങ്ങനെ ഒന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അള്ളാഹു ദുആ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ദോഷങ്ങൾ പുറത്തു തരും. അത് മാത്രമല്ല, അത് പാരിത്രിക ലോകത്ത് നമുക്ക് കിട്ടുന്ന വലിയ ഗുണമാണല്ലോ, നിയമത്താണല്ലോ. അത് മാത്രമല്ല, ഭൗതികമായ ലോകത്തും പലതും ഈ ഇസ്തിഗ്ഫാറിലൂടെ അല്ലാഹു തആല നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൊക്കെ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു തആല ആ വിഷയങ്ങൾ കൃത്യമായി എടുത്തു പറയുന്നതായി കാണാം. സൂറത്ത് നൂഹിൽ തന്നെ അല്ലാഹു തആല പറയുകയാണ്, നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തിനോട് പറയുന്നത്, തന്റെ ജനതയോട് പറയുന്നത്, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. ഇന്നഹു കാന ഗഫാറാ, അല്ലാഹു തആല ധാരാളം ദോഷങ്ങൾ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. എന്നിട്ട് വീണ്ടും പറയുകയാണ്, വിശുദ്ധ ഖുർആനാ പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണെങ്കിൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, നിങ്ങളുടെ വെള്ളത്തിന്റെ ക്ഷാമം തീർന്നു കിട്ടും, നിങ്ങൾക്ക് മഴ ലഭിക്കും, നിങ്ങൾക്ക് വെള്ളം സുലഭമായി ലഭിക്കും. വെള്ളമില്ലാത്ത സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. എന്തേ? കുഴൽ കിണറുകൾ വറ്റിപ്പോയി, കിണറുകൾ വറ്റിപ്പോയി, വെള്ളം എവിടെയുമില്ല, പുഴ വറ്റിപ്പോയി. റബ്ബിനോട് നമ്മൾ തേടുകയാണ്, അല്ലേ? നിങ്ങൾ കണ്ടോ, വിശുദ്ധ ഖുർആനാ പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു തആല ധാരാളമായി മഴ പെയ്ത് നൽകും. അല്ലാഹുവിന്റെ റഹ്മത്താണല്ലോ മഴ. ആ മഴ നിങ്ങൾക്ക് നൽകുന്നതാണ്. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, വീണ്ടും അല്ലാഹു പറയുന്നത് കണ്ടോ, നിങ്ങളുടെ സമ്പത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങൾ, ഇതിൽ അല്ലാഹു തആല വലിയ അഭിവൃദ്ധി നിങ്ങൾക്ക് നൽകുന്നതാണ്, വലിയ ബറക്കത്ത് നൽകുന്നതാണ്. നിങ്ങൾ അല്ലാഹു തആല മക്കളെ കൊണ്ടും സമ്പത്തിനെ കൊണ്ടും പ്രത്യേകം നിങ്ങളെ സഹായിക്കുന്നതാണ്. എപ്പോഴാ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറഞ്ഞാൽ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ സമ്പത്തിൽ, ഇതിലൊക്കെ നിങ്ങൾക്ക് വലിയ അഭിവൃദ്ധി അല്ലാഹു നൽകുകയാണ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്തേക്കാം. ഉള്ള മക്കളിൽ തന്നെ അല്ലാഹു തആല ഉമ്മവാപ്പമാര് ചെയ്യുന്ന ഇസ്തിഗ്ഫാറിന്റെ കാരണത്താൽ വലിയ ബറക്കത്ത് നൽകിയേക്കാം. സമ്പത്ത് പ്രിയപ്പെട്ടവരെ, കടം കൊണ്ട് വലയുന്നവൻ അവൻ അസ്തഗ്ഫിറുല്ലാഹൽ അദീം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു തആല അത് കാരണമായി അവന്റെ കടങ്ങൾ വീണാനുള്ള വഴികൾ തുറന്നു തന്നേക്കാം. അവന്റെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും, അവന്റെ സമ്പത്ത് അതേ വളരും, അത് വർദ്ധിക്കും, അത് അഭിവൃദ്ധി ഉണ്ടാകും. വിശുദ്ധ ഖുർആനാ പറയുന്നത് പോരാ, വീണ്ടും അല്ലാഹു തആല പറയുകയാണ്, വയജ്അൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് നല്ല തോട്ടങ്ങൾ, വിളവുകൾ, കൃഷികൾ, ആ കൃഷികളിൽ നിങ്ങൾക്ക് വലിയ ബറക്കത്ത് നൽകുന്നതാണ്.
കണ്ടോ പ്രിയപ്പെട്ടവരെ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് ധാരാളമായി പറഞ്ഞാൽ അതെ അള്ളാഹു പുറത്തു തരിക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ മക്കളിൽ വലിയ സന്തോഷമുണ്ടാകുന്നു, നിങ്ങളുടെ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു, നിങ്ങൾക്ക് മഴ ലഭിക്കുന്നു, നിങ്ങളുടെ കൃഷികളിൽ വലിയ വിളവുണ്ടാകുന്നു, അള്ളാഹു വലിയ ബറക്കത്ത് നൽകുകയാണ്. ഇതൊക്കെയും അതേ ഇസ്തിഗ്ഫാർ കൊട്ടുന്ന ഫലങ്ങളാണ് എന്ന് മഹാന്മാർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഇസ്തിഗ്ഫാറിന്റെ ആ വലിയ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധാരാളമായി റബ്ബിലേക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം അല്ലേ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സയ്യിദുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ സ്വഹാബിയല്ലേ, മഹാനവർകൾ വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനവർകൾ പറയുന്നതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് 2 കാവൽ കൊടുത്തിട്ടുണ്ട്, അമാന കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ അദാബിൽ നിന്ന് നിങ്ങൾക്ക് കാവലായിട്ട് 2 കാര്യങ്ങൾ. റബ്ബ് തആല അദാബ് ഇറക്കാതിരിക്കാൻ, ആ അദാബിൽ നിന്ന് നമുക്ക് സലാമത്താകാൻ, രക്ഷപ്പെടാൻ 2 കാവൽ വസ്തുക്കൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഏതാണത്? അതാണ് ഈ ആയത്തിലൂടെ പറഞ്ഞത്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ, അങ്ങ് ഈ ജനതയിലുണ്ടാകുമ്പോഴൊക്കെ, അങ്ങ് ഈ ജനതയിലുണ്ടാകുമ്പോഴെല്ലാം അല്ലാഹു ആ ജനതയെ നശിപ്പിക്കൂല, അദാബെടുക്കൂല, അല്ലാഹു ശിക്ഷിക്കൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ കാവലാണ് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നതിൽ നിന്ന്, അല്ലേ? നമ്മുടെ വിഷയം രണ്ടാമത്തതാണ്. വീണ്ടും അല്ലാഹു തആല പറയുന്നു, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിനോട് പൊറുക്കൽ തേടുന്ന ജനങ്ങൾ ഏതൊരു ജനതയിലുണ്ടോ ആ ജനതയിൽ അല്ലാഹുവിനോട് പൊറുക്കൽ തേടുന്നവരുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയുന്നവരുണ്ട് എങ്കിൽ ആ ജനതയെയും അല്ലാഹു തആല ഒരിക്കലും ശിക്ഷിക്കില്ല. അല്ലാഹു തആല അവരെ അദാബ് എടുക്കൂല. കണ്ടോ, അത്രയും വലിയ കാവലാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇതിലേക്കുള്ളത്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ, നമുക്കറിയാം. മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ പ്രായം കൊണ്ട് ഏറ്റവും ചെറുത്, 4ാമതായി നമ്മൾ എണ്ണുന്ന ആളാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ഒരിക്കൽ ഒരു വഴിയിലൂടെ യാത്ര ചെയ്ത് ഒരു പള്ളിയിലേക്കെത്തി. ആ പള്ളിയിലേക്കെത്തി ഇനി യാത്ര തുടരാൻ കഴിയില്ല, പള്ളിയിൽ തൽക്കാലം കിടക്കാമെന്ന് മനസ്സിലാക്കി പള്ളിയിൽ കിടന്നു. കിടന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, മുഅദ്ദിനുണ്ടാവും, അല്ലെങ്കിൽ പള്ളിയൊക്കെ കാവൽ നിൽക്കുന്ന ആളും അതിൻ്റെ വാതിലൊക്കെ അടക്കാൻ ഏതായാലും ഉണ്ടാവുമല്ലോ ഒരാൾ. അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ കിടക്കാൻ പറ്റൂല, പരിചയമില്ലാത്ത ആളുകളെ ഇവിടെ കിടക്കാൻ പറ്റൂല. ഇവർക്കിത് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ പണ്ഡിതനാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു, അല്ലേ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ്. പക്ഷേ ആ വിഷയം ഇവർക്കറിയില്ലായിരുന്നു, ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ കിടക്കാൻ പറ്റൂല. മഹാനവർകൾ ഞാൻ അഹ്മദ് ബിൻ ഹംബലാണ് എന്ന് പരിചയപ്പെടുത്തിയതുമില്ല. അവസാനം ഒരു നിലക്കും സമ്മതിക്കില്ല എന്നായപ്പോൾ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്, നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് ഒരു പത്തിരി വിൽപ്പനക്കാരനെ കണ്ടുമുട്ടുന്നു. പത്തിരി ഉണ്ടാക്കിയിട്ട് അത് വിൽപ്പന ചെയ്യുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യൻ ഇയാളെ കാണുന്നു. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ പറയുന്നു, ഞാൻ ഈ നാട്ടുകാരനല്ല, മറ്റൊരു നാട്ടുകാരനാണ്. പക്ഷെ എനിക്ക് കിടക്കാനൊരു ഇടമില്ലായിരുന്നു, പള്ളിയിൽ കിടക്കണമെന്ന് ഉദ്ദേശിച്ചു പക്ഷെ അവിടെ എന്നെ കിടക്കാൻ വിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അപ്പോൾ അതാ ആ ഖബ്ബാസ് പത്തിരി വിൽപ്പനക്കാരൻ പറയുന്നു, എന്നാൽ അങ്ങേക്ക് എൻ്റെ വീട്ടിൽ കിടക്കാം, അങ്ങേക്ക് എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം, ചെറിയൊരു വീടാണ്, എങ്കിലും ഞാൻ അതിന് വേണ്ടി ഞാൻ സൗകര്യമൊരുക്കാമെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ബഹുമാനപ്പെട്ട കോരിക്കുഴി തങ്ങൾ സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല മഹാന്മാരായ സയ്യിദുമാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിൻ്റെ വലിയ അനുഗ്രഹീത സാന്നിധ്യം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ എത്തിയിട്ടുണ്ട്. ആ പിന്നിലിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ പത്തിരി വിൽപ്പനക്കാരന്റെ വീട്ടിലേക്ക് അതാ അദ്ദേഹത്തിന്റെ ക്ഷണം മാനിച്ചു കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പോകുന്നു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കതാ ആ വീട്ടിലെ ചെറിയൊരു റൂമതാ സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ രാത്രിയും അതാ പത്തിരി മാവ് കുഴക്കുന്നു, പത്തിരി ഉണ്ടാക്കുന്നു. ആ സമയത്തും അല്ലാതെയും അദ്ദേഹം ധാരാളമായി അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഇയാളതാ നിർത്താതെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, അതേ പിറ്റേ ദിവസം അതാ സുബ്ഹി കഴിഞ്ഞ് പോരാനിരിക്കുന്ന സമയം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഈ ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കുന്നത് ഞാൻ കേൾക്കുകയാണല്ലോ. നിങ്ങൾ മറ്റു തസ്ബീഹുകൾ ചൊല്ലുന്നത് ഞാൻ കേൾക്കുന്നില്ല, മറ്റെന്തെങ്കിലും ദിക്റുകൾ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ല. മറിച്ച് നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇത് ധാരാളമായി നിങ്ങൾ ചൊല്ലുന്നത് ഞാൻ കേൾക്കുകയാണ്. എന്തേ അതുമാത്രം നിങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറഞ്ഞാൽ എനിക്കതിലൂടെ സാധിച്ചു കിട്ടാറുണ്ട്, എനിക്ക് അല്ലാഹു തആല പൂർത്തീകരിച്ചു തരാറുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലേ? അപ്പോൾ പറഞ്ഞു, അതെ ഉണ്ട്. എന്നാൽ ഒരു കാര്യം മാത്രം ഇന്ന് വരെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടില്ല. റബ്ബിനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം വെച്ച് നടക്കുന്നത് കുറെ കാലമായി. ഞാൻ അതും കരുതിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയുന്നത്, പക്ഷെ ആ ഒരു കാര്യം എനിക്ക് ഇതുവരെ സാധിച്ചു കിട്ടിയിട്ടില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളതാ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ജിജ്ഞാസയോടെ ചോദിക്കുകയാണ്, വമാഹിയ, നിങ്ങൾക്ക് ആ സാധിച്ചു കിട്ടാത്ത, റബ്ബിനോട് ആശിച്ചിട്ടും ആഗ്രഹം പറഞ്ഞിട്ടും നിങ്ങൾക്ക് ലഭിക്കാത്ത കാര്യം എന്താണ്? അപ്പോഴാണ് ആ മനുഷ്യനതാ മനസ്സ് തുറക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പണ്ഡിതനുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണാനുള്ള അവസരം തരണേ അല്ലാ. ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി, പക്ഷെ ഇന്ന് വരെ അതെനിക്ക് അവസരം കിട്ടിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഈ പറയുന്നത് ആരോടാണ്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോടല്ലേ മുഅ്മിനീങ്ങളെ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആശിച്ച, നിങ്ങൾ പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ ഞാൻ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, കൈപിടിച്ച് മുത്തം വെക്കുന്നു, ചുംബിക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് മഗ്ഫിറത്ത് പറഞ്ഞാൽ, ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം വർദ്ധിപ്പിച്ചാൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ ലഭിക്കുകയാണ്. റബ്ബ് തആല നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരും എന്നതിന്റെ പുറമെ നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകുന്നു. യുംദിദുക്കും ബിഅംവാലിൻ വബനീന, നമ്മുടെ മക്കളിൽ വലിയ ബറക്കത്തുണ്ടാകുന്നു, നമ്മൾക്ക് നല്ല മട ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഭൗതികമായ മറ്റുള്ള ആവശ്യങ്ങൾ അല്ലാഹു തആല നിർവഹിച്ചു തരികയാണ്. അതുകൊണ്ട് ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലി
ചൊല്ലിക്കോ, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. അതിന്റെ ഏറ്റവും നല്ല അവസരമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകള് നമുക്കിവിടെ ദുആക്ക് നേതൃത്വം നൽകാൻ, നമുക്ക് ഉപദേശങ്ങൾ നൽകാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പൊട്ടിക്കരയണം. നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? റമളാനിലെങ്കിലും ഒരു കണ്ണുനീർത്തുള്ളികളും നമുക്കതേ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മളെപ്പോലെ ലക്ഷണം കെട്ട ആളുകൾ വേറെ ഇല്ല, ഭാഗ്യം കെട്ട ആളുകൾ വേറെ ഇല്ല. നമ്മൾ എത്ര പ്രാവശ്യം റബ്ബിനോട് മഗ്ഫിറത്ത് ചൊല്ലണം, നാം എത്ര പ്രാവശ്യം റബ്ബിനോട് തൗബ ചെയ്യേണ്ടവരാണ്. നമ്മൾ ആരെങ്കിലും കുറ്റം ചെയ്യാത്തവരാണോ മുഅ്മിനീങ്ങളെ? ധാരാളമായി കുറ്റം ചെയ്യുന്നവരാണ്. ഇനി ആരെങ്കിലും ഒരു കുറ്റവും ചെയ്യാത്തവരുണ്ടെങ്കിൽ പറയട്ടെ, അല്ലാഹു തആല നമ്മോട് നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞ പല കാര്യങ്ങൾ, അതിൽ നമ്മൾ വീഴ്ച വരുത്തിയവരില്ലേ? അത് ഉപേക്ഷിച്ചവരില്ലേ? ഇനി പറയട്ടെ, ഇല്ല, ഞാൻ ഒരൊറ്റ ഫർദ് നിസ്കാരവും ഉപേക്ഷിച്ചിട്ടില്ല, ഒരു നോമ്പും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, റബ്ബ് തആല നിർബന്ധമാക്കിയ ഒരു കാര്യവും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതിൽ എത്രയെത്ര ന്യൂനതകളാ ഉണ്ടാകുന്നത്, എത്രയെത്ര കുറവുകളാ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ധാരാളമായി റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കോ. മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനെ വിളിച്ച ഒരു വിളിയും അല്ലാഹു തട്ടിക്കളയൂല. എത്ര വലിയ ദോഷിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നിരാശ വേണ്ട. ജീവിതത്തിൽ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിരാശ വേണ്ട, എത്ര കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിരാശ വേണ്ട. അല്ലാഹു തആല കൃത്യമായി ഇത് പഠിപ്പിച്ചതല്ലേ. മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, മൂസാ നബിയേ, ഇന്നാരുന്ന സ്ഥലത്തൊരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട് കിടക്കുകയാണ്, അവിടെ മറ്റാരുമില്ല. നിങ്ങൾ ഉടൻ തന്നെ പോയിട്ട് ആ മയ്യത്തിനെ മറവ് ചെയ്യാൻ, ആ മയ്യത്തിനെ സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ആ മയ്യത്തിനെ നിങ്ങൾ നിസ്കരിക്കണം, ആ മയ്യത്തിന്റെ മറ്റു അനന്തര കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം മൂസാ നബിയെ. അതുകൊണ്ട് ഇന്നാലുന്ന സ്ഥലത്ത് പോകണം, അവിടെയാണ് ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം പോകുമ്പോൾ ഒറ്റക്കല്ല പോകുന്നത്, എല്ലാവരെയും വിളിക്കുകയാണ്. ബനീ ഇസ്രായേലുകളായ വിശ്വാസികളെയൊക്കെ വിളിക്കുകയാണ്. എല്ലാവരെയും വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ പോവുകയാണ്. അങ്ങനെ പോയി നോക്കുമ്പോൾ ഏതോ ഒരു വിജനമായ സ്ഥലത്തൊരു മയ്യത്ത് കിടക്കുകയാണ്. ആ മയ്യത്തിന്റെ അരികിലേക്ക് പോയി കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, മറവ് ചെയ്യണം, ഒക്കെ വേണമല്ലോ. അതിനു വേണ്ടി അടുത്തു പോയപ്പോൾ ജനങ്ങൾ പറയുന്നു, മൂസാ നബിയേ, ഈ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാനാണോ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത്? ഞങ്ങളെയൊക്കെ വിളിച്ചിവിടെ എത്തിച്ചത് ഈ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാനാണോ? ഇയാള് വല്ലാത്ത തെമ്മാടിയാണ്, അതേ വലിയ കള്ളനാണ്, വലിയ കുറ്റങ്ങൾ ചെയ്ത് നടന്ന തെമ്മാടിയാണ്. ഇയാൾക്ക് ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കൂല. ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനും വലിയ അത്ഭുതമായി. ഈ ഒരു മനുഷ്യനെയാണോ സംസ്കരിക്കണം, മയ്യത്ത് നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു എന്നോട് പറഞ്ഞത്? എന്നാലും എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിനോട് ചോദിക്കുന്നു, യാ അല്ലാ, ഇതെന്താണ് റബ്ബേ? ഇവരൊക്കെ പറയുന്നു ഇവൻ വലിയ തെമ്മാടിയാണെന്ന്, പക്ഷേ നീ പറയുന്നു ഇവരെല്ലാവരെയും കൂട്ടി വന്ന് നിസ്കരിക്കണം എന്ന് പറയുന്നു. ഇത് തമ്മിൽ വൈരുദ്ധ്യമില്ലേ? അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, മൂസാ നബിയേ, ജനങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, ജനങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. വലിയ തെമ്മാടിത്തരം ചെയ്യുന്ന ആളാണ്. ജനങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ പാടില്ല, കാരണം നിന്നെ പോലുള്ള ഏറ്റവും വലിയ കുറ്റവാളിയായ ഫാസിക്കായ മനുഷ്യൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓടിച്ചതാണ് എന്നല്ലേ ജനങ്ങൾ പറഞ്ഞത്. അല്ലാഹു പറയുന്നു, മൂസാ നബി അങ്ങനെ തന്നെയായിരുന്നു, അയാളുടെ അതേ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു, അയാളുടെ ഇതുവരെയുള്ള ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അയാൾ ഈ വിജനമായ ഭൂമിയിലേക്ക് എത്തിയപ്പോൾ, മരണമാസന്നമാകുന്ന സമയം, അയാൾക്കതേ പല വേദനകളും വന്നു തുടങ്ങിയപ്പോൾ ആ മനുഷ്യൻ എന്നെ വിളിക്കുകയാണ്, യാ ഇലാഹി. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നൊരു വിളി വിളിച്ചു, മൂസാ നബിയേ.
എന്നിട്ട് അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഇലാഹായ റബ്ബേ, ഞാൻ എത്രയോ കണക്കില്ലാത്ത തെറ്റുകൾ ചെയ്തു അല്ലാ. എന്നെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നിന്റെ അധികാരത്തിൽ എന്തെങ്കിലും ഗുണങ്ങൾ നിനക്ക് ചെയ്യുകയാണെങ്കിൽ നീ അത് ചെയ്തോ, എനിക്ക് പൊറുത്തു തരണമെന്നില്ല. അതോടൊപ്പം തന്നെ നീ എനിക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ, നിന്റെ ഖജനാവിൽ എന്തെങ്കിലും കുറവ് വരികയാണെങ്കിലും നീ എനിക്കൊന്നും ചെയ്യണ്ട. അല്ലാത്ത രൂപത്തിലാണ് നിന്റെ ഖജനാവധി വിശാലമാണെങ്കിൽ, എനിക്ക് പുറത്തു തന്നാൽ നിന്റെ അധികാരത്തിന്റെ ഒരു കുറവും വരൂല എങ്കിൽ, എനിക്ക് പുറത്തു തന്നാൽ നിന്റെ ഖജനാവിൽ ഒരു കുറവും വരൂല എന്നുണ്ടെങ്കിൽ, നിന്റെ റഹ്മത്തിന്റെ ഖജനാവ് അത്രയും വിശാലമാണെങ്കിൽ അല്ലാ നീ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്നൊരു ദുആ മനുഷ്യൻ അങ്ങോട്ട് ദുആ ചെയ്തപ്പോൾ മൂസാ നബിയെ ആ വിളിച്ച പാപിയായ മനുഷ്യന്റെ വിളി കേൾക്കാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ വിളി കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ റഹീമല്ലേ മൂസാ നബിയെ, ഞാൻ റഹ്മാനല്ലേ മൂസാ നബിയെ, അതുകൊണ്ട് ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തു എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു വിളി അങ്ങോട്ട് യാ ഇലാഹി, ഇലാഹായ റബ്ബേ എന്നൊരു വിളി വിളിച്ചാൽ കേൾക്കാതിരിക്കില്ല. ദോഷങ്ങൾ പുറത്തു തരുന്നതാണ്. അർഹമർ റഹീമായ റബ്ബ് നമുക്ക് ദോഷങ്ങൾ പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു തആല ശുദ്ധീകരിച്ചു തരുമാറാവട്ടെ. എല്ലാ ദോഷങ്ങളിലും അല്ലാഹു തആല നമുക്ക് മോചനം നൽകി ഇത്ഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ ദുആ ചെയ്യാനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൾഫിലൊക്കെ നാം കേൾക്കുന്ന വലിയ പ്രതിസന്ധി, അതൊക്കെ ബാധിക്കുന്നത് നമ്മളെപ്പോലുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുകയാണ്. കാരണം പ്രവാസികളില്ലാത്ത ഒരു കുടുംബവും ഒരു വീടും നമ്മുടെ നാടുകളിൽ ഉണ്ടാവൂല. അവരുടെ സുരക്ഷിതത്വം മാത്രമല്ല, സാമ്പത്തികമായും അല്ലാതെയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മജ്‌ലിസ് സമാധാനത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ട ഒരു മജ്‌ലിസും കൂടിയാണ്. അല്ലാഹു തആല നമുക്ക് ലോക സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമുക്ക് നമ്മുടെ ഇവിടെ ഈ സ്ഥാപനത്തിലേക്ക് മുമ്പ് വന്നിട്ടുണ്ടോ എന്നറിയില്ല. വന്നിട്ടുണ്ടല്ലേ? അൽഹംദുലില്ലാഹ്. ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ എന്നെ വിളിക്കുന്നു. താജുൽ ഉലമ ഏണിയാടിയിൽ ഉറൂസിന് വരുന്നുണ്ട്, അപ്പോൾ എനിക്കൊന്ന് കാണണം, സമാപന ദിവസം തോന്നുന്നുണ്ട്, ഞാനവിടെ വരുന്നു. ഞാനവിടെ ഖത്തീബ് മുദരിസൊക്കെ ആയിട്ടുള്ളതാണ്. 20, 21, 22 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വന്നു. ഇവിടെ ഏണിയാടിയിൽ എൻ്റെ റൂമിൽ തന്നെയാണ് അന്ന് താമസിച്ചത്. രാവിലെ ഞാൻ എൻ്റെ വീട്ടിലേക്കും കൊണ്ടുപോയി. അവിടെയൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് താജുൽ ഉലമയൊക്കെ കണ്ട് അൽഹംദുലില്ലാഹ് സന്തോഷത്തോടു കൂടി അന്ന് പോയ ആ ഒരു ബന്ധം തങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, ഏതായാലും എനിക്ക് ഓർമ്മയുണ്ട്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട്, അവരുടെ ഉപ്പാപ്പമാരും അല്ലാഹു തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.